പ്രിയ വിദ്യാർത്ഥികൾക്ക് ശ്രീചിന്മയ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയ വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആഡം സ്മിത്തിൻ്റെ ചിന്തകളെക്കുറിച്ചും എങ്ങനെയാണ് സോഷ്യോളജിസ്റ്റുകൾ സമൂഹത്തിലെ വിപണികളെ ഒരു സാമൂഹിക സ്ഥാപനമായി കണക്കാക്കുന്നത് എന്നിങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ അവർ കണക്കാക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമായിരുന്നു ദൊരൈ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ ഗോത്രത്തിനിടയിലുള്ള ആഴ്ചച്ചന്ത എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അതിനുശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കൊളോണിയലിൻ്റെ വരവോടുകൂടെ ഈ ജാതി മേഖലകളിൽ അല്ലെങ്കിൽ ഗോത്ര മേഖലകളിലേക്ക് ഗോത്ര ഇതര ആളുകൾ കടന്നു വന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അഥവാ ജാത്യാധിഷ്ഠിത വിപണിയും വ്യാപാര ശൃംഖലയും, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി അധിഷ്ഠിതമായ വിപണി, അതിൻ്റെ ശൃംഖല രണ്ടാമത്തൊരു ഉദാഹരണമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് സോഷ്യോളജിസ്റ്റുകൾ വിപണി ഒരു സാമൂഹിക ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കാണുന്നത് എന്നതിനുള്ള രണ്ടാമത്തെ ഒരു ഉദാഹരണമായിരുന്നു വിപണി വ്യാപാര ശൃംഖല, ജാതി അധിഷ്ഠിതത്തിലുള്ള വ്യാപാര ശൃംഖല എന്ന് പറയുന്നത്. അത് അധിനിവേശത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തെക്കുറിച്ച് പരമ്പരാഗതമായി നമ്മൾ കണ്ടുവരുന്ന എല്ലാ വിവരങ്ങളിലും നമുക്കത് കാണാൻ പറ്റും. ചരിത്രപരമായുള്ള എല്ലാ വിവരങ്ങളിലും ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും സമൂഹവും മാറ്റമില്ലാതെ തുടരുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. അധിനിവേശത്തിൻ്റെ തുടക്കത്തോടുകൂടെ സാമ്പത്തിക പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് ആരംഭിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിലും താരതമ്യേന സ്വയം പര്യാപ്തമായ ഒരു ഗ്രാമീണ സമൂഹം ഇന്ത്യയിൽ ഉൾക്കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അധിനിവേശത്തിൻ്റെ മുമ്പ് തന്നെ ഇന്ത്യയിൽ വിപണന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അധിനിവേശകാലത്തും ആദ്യകാല സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും പ്രാദേശിക കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ആ സമ്പദ്ഘടനയുടെ മേൽ കച്ചവട സമ്പദ് വ്യവസ്ഥയുടെ കടന്നുകയറ്റവും അതിൻ്റെ വിനിമയത്തിൻ്റെ ബൃഹത്തായൊരു ശൃംഖലയും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ പറയാൻ. കച്ചവടമല്ല, അതിൻ്റെ കൂടെ അതൊന്നുകൂടെ ബൃഹത്തായ ഒരു സമീപനമാണ് കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ സമൂഹം സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു ഗ്രാമീണ നഗര സാമൂഹിക വിപ്ലവകരമായ ഒരു സാമൂഹിക സാമ്പത്തിക മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക്. നേരത്തെ ഉള്ളതിനേക്കാളും വിപ്ലവകരമായ ഒരു സാമൂഹിക സാമ്പത്തിക മാറ്റം ഗ്രാമങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് നമ്മളെ ഭൂനികുതി പണമായി അടക്കണമെന്നുള്ള കൊളോണിയൽ സംവിധാനത്തിൻ്റെ നിർബന്ധ ബുദ്ധി, പണമായിട്ട് തന്നെ നികുതി അടക്കണമെന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലേക്ക് ഒരു പണസമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രവർത്തനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, പല ആളുകളുടെയും ഇത് പിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ ജജുമാനി സമ്പ്രദായങ്ങളൊക്കെ എന്താക്കിയിരുന്നു, ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ മുൻകാല അധിനിവേശ കാലഘട്ടങ്ങളിൽ ഗ്രാമങ്ങൾ വിശാലമായ വിനിമയ ശൃംഖലകളുമായി സംയോജിക്കപ്പെടുകയും അതിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റു വസ്തുക്കളുമെല്ലാം വിതരണം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ ലിഖിതങ്ങളായ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലേക്ക് ഹാരപ്പൻ സംസ്കാരമുള്ള കാലഘട്ടത്തിൽ തന്നെ മറ്റു പല സംസ്കാരങ്ങളുമായിട്ടും, അതായത് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അതൊന്നുകൂടെ ഒരു പണസമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് വന്നിട്ടുള്ളത് ഈ കൊളോണിയൽ ആധിപത്യത്തിലൂടെയാണെന്നാണ് ഇവിടെ വിലയിരുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പരമ്പരാഗതവും ആധുനികവുമായ ഒരു സമ്പദ് വ്യവസ്ഥകൾക്കിടയിലൂടെ നമ്മളൊരു വരയ്ക്കുന്ന വര
ശരിക്കും പറഞ്ഞാൽ ഒരു അവ്യക്തമാണ്. അങ്ങനെ വരയ്ക്കുക എന്താണ്, ആ ഒരു ചിന്ത നമുക്ക് അവ്യക്തത മാത്രമേ നൽകുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് നടന്ന പല ചരിത്ര പഠനങ്ങളും അധിനിവേശത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വളരെ സമഗ്രവും പരിഷ്കൃതവുമായ വ്യാപാര ശൃംഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ എടുത്തു കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വെറും ഈ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ മുമ്പ് തന്നെ ഇന്ത്യയിലെ കച്ചവട ബന്ധങ്ങൾ അത്രയേറെ വികസിച്ചിരുന്നു എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മുടെ നൂറ്റാണ്ടുകളായി ഇന്ത്യയിലുള്ള കൈത്തറി തുണികളുടെ, സാധാ പരുത്തി തുണിയിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കൈത്തറി തുണികളുടെ ഒരു പ്രധാന ഉൽപ്പാദകർ ഇന്ത്യ തന്നെയായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ വൻതോതിൽ ആവശ്യക്കാരുള്ള പല ഉൽപ്പന്നങ്ങളുടെയും, അത് സുഗന്ധവ്യഞ്ജനങ്ങൾ പോലും എന്നൊക്കെ നമുക്ക് പറയാം, സുഗന്ധവ്യഞ്ജനങ്ങൾ പോലെയുള്ള പല ഉൽപ്പന്നങ്ങളുടെയും ഒരു ഉറവിടം കൂടിയായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപാര മേഖലകളിലൊക്കെ ഇന്ത്യക്ക് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഒരു അധിനിവേശം അല്ലെങ്കിൽ ഒരു ആധിപത്യം നമ്മുടെ ലോകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത് കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ തമ്മിലുള്ള ബന്ധപ്പെടലുകളൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുൻകാല അധിനിവേശ ഇന്ത്യയിൽ കൃത്യമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉൽപ്പാദന കേന്ദ്രങ്ങളും പരമ്പരാഗത കച്ചവടക്കാരും വ്യാപാര ശൃംഖലകളും പണവ്യാപാര സ്ഥിതികളും നിലനിന്നിരുന്നു എന്നത് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു യാദൃശ്ചികപരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് വളരെ കൃത്യമായി അവിടെയുള്ള സമൂഹത്തിൽ തന്നെ വളരെ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ്. ഇന്ത്യക്കകത്തും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ എന്തായിട്ടുണ്ട്, വ്യാപാരങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പരമ്പരാഗത വ്യാപാരികൾ അല്ലെങ്കിൽ ജാതികൾക്ക്, ചില ജാതികൾ ഈ വ്യാപാര മേഖലയിൽ വളരെയേറെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവർ പണവ്യാപാര നിക്ഷേപണ വ്യവസ്ഥയുണ്ടായിരുന്നു ഇവർക്ക്. ഉദാഹരണത്തിന് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ടൊരു പണ കൈമാറ്റത്തെ വിളിക്കുന്നൊരു പേരാണ് ഹുണ്ടി. ഹുണ്ടി എന്ന് പറയുന്ന പേരിൽ, അല്ലെങ്കിൽ കൈമാറ്റ പത്രിക, വിനിമയ ചീട്ട് എന്നൊക്കെ പറയും. നമ്മൾ ഇന്നത്തെ റെസീറ്റ് പോലെയുള്ള ഒരു രീതി അന്നത്തെ കാലഘട്ടത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയിരുന്നു. അത് നൽകുന്നതോടുകൂടെ കച്ചവടക്കാർക്ക് വിദൂര വ്യാപാരത്തിൽ ഏർപ്പെടാൻ ഇതെന്താക്കിയിരുന്നു, അവരെ സഹായിച്ചിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യകാലം മുതൽ തന്നെ ഇന്ത്യയിൽ പല രീതിയിലുമുള്ള കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ ഹുണ്ടി എന്ന് പറയുന്ന സമ്പ്രദായം ഉപയോഗിച്ചിരുന്നു. ഹുണ്ടി എന്ന് പറയുന്ന സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ, അത് ദൂരങ്ങളിലേക്കുള്ള വിനിമയത്തിനൊക്കെ പോകുന്ന സമയത്ത് ആ പണം കൈമാറുന്നതിനുമായി ബന്ധപ്പെട്ടൊരു രേഖയാണ്. മറ്റൊരു ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ നാട്ടുകൊട്ടൈ ചെട്ടിയാന്മാർ, അല്ലെങ്കിൽ അവരെ നഗരത്താന്മാർ എന്നൊക്കെ വിളിക്കും. ഇവരൊക്കെ പരമ്പരാഗത വ്യാപാര ശൃംഖല സംഘടിപ്പിച്ച ആളുകളാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് വളരെ കൃത്യമായൊരു ബാങ്കിങ് സംവിധാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നാട്ടുകോട്ട ചെട്ടിയാന്മാർക്ക് എങ്ങനെയാണ് പണമിടപാട് നടത്തേണ്ടതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കുടുംബഘടനയിൽ തന്നെ, ഇവിടെ കച്ചവട പ്രവർത്തനം മെയിനായിട്ട് കുടുംബഘടനയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട, ജാതിയുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഇവരുടെ കച്ചവടം. അപ്പോൾ അതിൽ നിന്നൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവർക്കൊരു കുടുംബ ബാങ്കിങ് സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് അധിനിവേശക്കാലത്ത് നടന്ന ഈ സമുദായത്തെക്കുറിച്ചുള്ള ഒരു പഠനം, എങ്ങനെയൊക്കെയാണ് പണമിടപാട്, വ്യാപാര വൃത്തികൾ എന്നിവ ഒരു സമുദായത്തിൻ്റെ സാമൂഹിക ഘടനയിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. ജാതി, ബന്ധുത്വ, കുടുംബഘടനകൾ കച്ചവട പ്രവർത്തനത്തിലേക്ക് അവർ കൊണ്ടുവന്നു. ഇവരുടെ കച്ചവടത്തിന് വേണ്ടി ഇവരുടെ എല്ലാ പരമ്പരാഗത കച്ചവട സമൂഹങ്ങളെയും പോലെ നഗരത്താരന്മാരുടെ പണമിടപാടുകൾ കേന്ദ്രങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു. ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കുടുംബ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ പണവ്യാപാരങ്ങളൊക്കെ ഇവർ നടത്തിയിരുന്നത്.
ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഇവരുടെ വ്യവഹാരങ്ങളൊക്കെ ഇവർ നടത്തിയിരുന്നത്. അവരെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നോക്കൂ നിങ്ങൾ, നഗരത്താന്മാർ പണമിടപാട് സംവിധാനം പടിഞ്ഞാറൻ ശൈലിയിലെ പണമിടപാട് സംവിധാനത്തിലെ സാമ്പത്തിക മാതൃകക്ക് സമാനമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അവർ പരസ്പരം കടം കൊടുക്കുകയും നിക്ഷേപം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനവർ ഉപയോഗിക്കുന്നത് അവരുടെ ജാതിയെയും അവരുടെ കുടുംബത്തെയുമാണെന്ന് പല ചരിത്രകാരന്മാരും ഇവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് പഴയ കാലം മുതൽ തന്നെ, അതായത് ബ്രിട്ടീഷുകാരുടെ വരവിൻ്റെ മുമ്പ് തന്നെ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ അവരുടെ കച്ചവടം പണമിടപാടുകളിലൂടെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വിപണി സാമൂഹിക സംഘാടനം അല്ലെങ്കിൽ പരമ്പരാഗത വാണിജ്യ സമുദായങ്ങൾ. എന്തുകൊണ്ടാണ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റ്, എന്തുകൊണ്ടാണ് വിപണി ഒരു സാമൂഹിക സംഘടനം എന്ന് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ പരമ്പരാഗത വാണിജ്യ സമുദായങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള മിക്ക പഠനങ്ങളിലും സാമൂഹ്യശാസ്ത്ര പഠനങ്ങളിലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു പരമ്പരാഗത, നേരത്തെ നമ്മൾ പറഞ്ഞ നഗരത്താന്മാരെ പോലെയുള്ള ഒരു പരമ്പരാഗത കച്ചവട സമുദായങ്ങളിലാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ജാതി വ്യവസ്ഥയും സമ്പത്ത് വ്യവസ്ഥയും തമ്മിൽ കൈവശഭൂമിക്കും തൊഴിൽപരമായ വ്യത്യസ്തങ്ങൾക്കും അനുസൃതമായി വളരെ ഒരു അടുത്ത ബന്ധം നിലനിന്നിരുന്നു. ഇവരുടെ വാണിജ്യത്തിൻ്റെയും വിപണനങ്ങളുടെയും കാര്യത്തിൽ ഇവർ പലപ്പോഴും ഈ രീതിയിലുള്ള ബന്ധങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത്. അപ്പം ഈ ഒരു ജാതി വ്യവസ്ഥയിൽ പ്രധാനമായും വൈശ്യർ, 4 വർണ്ണങ്ങളിൽ ഒന്നാണ് വൈശ്യർ എന്ന് പറയുന്നത്. ഇവർ പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയിൽ വാണിജ്യം നടത്തിയിരുന്ന ഒരു വിഭാഗമാണ്. ബ്രാഹ്മിൺ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നാണല്ലോ. അതിൽ വൈശ്യ വിഭാഗമായിരുന്നു ആദ്യകാലം മുതലേ ഇന്ത്യയിൽ കച്ചവടം നടത്തിയിരുന്നത്, അല്ലെ വാണിജ്യം നടത്തിയിരുന്നത്. എങ്കിലും വൈശ്യർ എന്ന ഒരു നിശ്ചിതമായ പദവി അല്ലെങ്കിൽ ഒരു സാമൂഹിക പദവി എന്നതിനേക്കാൾ ഒരവകാശവും അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവരുടെ സമൂഹത്തിനൊരു പദവി ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ എത്ര പൈസ ഉണ്ടെങ്കിലും അവർക്ക് യാതൊരുവിധ സാമൂഹിക നമ്മുടെ സ്റ്റാറ്റസ് പദവികളൊന്നും നൽകിയിരുന്നില്ല. വൈശ്യർ എന്നതൊരു നിശ്ചിതമായ പദവി അല്ലെങ്കിൽ സാമൂഹിക പദവി എന്നതിനേക്കാൾ ആഗ്രഹിച്ചോ അവകാശമുന്നയിച്ചോ നേടിയ ഒരു പദവിയാണ്. വളരെ കാലമായി പരമ്പരാഗതമായി തൊഴിൽ, വാണിജ്യമോ വ്യാപാരമോ കൊണ്ടു നടന്ന ഒരു വൈശ്യ സമുദായം. ഉദാഹരണമാണ് വടക്കേ ഇന്ത്യയിലുള്ള ബനിയനുകൾ. ബനിയ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിലും ചില പ്രത്യേക ജാതി വിഭാഗങ്ങളിൽ വാണിജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വൈശ്യന്മാരൊക്കെ ആ കാലഘട്ടത്തിൽ അവിടെ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിലും ആ മേഖലകളിലേക്ക് കുറച്ചുകൂടെ ചില ജാതികൾ കൂടെ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള വിഭാഗക്കാർ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണികളിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഭാഗമായി വൈശ്യ പദവിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ജാതി സമൂഹങ്ങളുടെ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്കതെന്താക്കാം, വളരെ കൃത്യമായി മനസ്സിലാക്കാം. നമ്മുടെ ജാതി പദവികളുടെ അല്ലെങ്കിൽ സ്വത്വത്തിൻ്റെ, തൊഴിൽ ഉൾപ്പെടുന്ന ജാതി സമ്പ്രദായങ്ങളുടെ ഇടയിൽ സങ്കീർണമായ ഒരു ബന്ധമുണ്ട്. ഇന്ത്യയിലെ പരമ്പരാഗത കച്ചവട സമുദായങ്ങളിൽ വൈശ്യർ മാത്രമല്ല ഉൾക്കൊണ്ടിരുന്നത്. അവരെ കൂടാതെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ അഥവാ പാഴ്സികൾ, സിഖുകാർ, ബൊഹ്റകൾ, ജൈനക്കാർ, അറബികൾ തുടങ്ങിയ പല കച്ചവടക്കാരും ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്.
ഈ കച്ചവടത്തിലേർപ്പെട്ട സമുദായങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന പദവി നൽകപ്പെട്ടിരുന്നില്ല. അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സാധനം. ഉദാഹരണത്തിന് അധിനിവേശക്കാലത്ത് ദൂരങ്ങളിലേക്കുള്ള ഉപ്പു വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ബഞ്ചാരകളാണ്. ബഞ്ചാര എന്ന ഇവരൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ഗോത്ര വിഭാഗമാണ് ബഞ്ചാരകൾ എന്ന് പറയുന്നത്. ഇവർക്ക് എന്തായിട്ടില്ല, വലിയ സാമൂഹിക പദവിയൊന്നും കിട്ടിയിരുന്നില്ല. ഇവർ ഓരോ സാഹചര്യത്തിലും സാമൂഹ്യ സ്ഥാപനങ്ങളോ ആചാരങ്ങളുടെയോ പ്രത്യേക സ്വഭാവം വ്യത്യസ്തമായിരുന്നു ഓരോ സംഘടനകൾക്കും. പക്ഷേ ഈ സംഘടനകൾക്കൊന്നും കച്ചവട പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയാണ്. പക്ഷേ ഇവർക്ക് എന്ത് കിട്ടിയിരുന്നില്ല, സമൂഹത്തിൽ വലിയ പദവികളൊന്നും ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ മുൻകാലങ്ങളിലൊക്കെ ഇന്നത്തെയും ഇന്ത്യൻ വിപണി പ്രവർത്തനങ്ങൾ ചില പ്രത്യേക സമുദായങ്ങൾ നിർദ്ദിഷ്ട കച്ചവടങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ചില പ്രത്യേക കച്ചവടം അത് ചില പ്രത്യേക വിഭാഗക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ കാലഘട്ടത്തിൽ പോലും. അപ്പം ഈ ഒരു ജാതി അധിഷ്ഠിത വൈദഗ്ധ്യത്തിൻ്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ പഠിച്ച നഗരത്താറുകളുടെ കാര്യത്തിൽ കണ്ടതുപോലെ വാണിജ്യ വ്യവഹാരങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് ജാതി ബന്ധുത്വ ശൃംഖലകളിലൂടെയൊക്കെയാണ്. ഓരോ കച്ചവടക്കാരും തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുമായി കച്ചവടം നടത്താൻ അവരോട് കൂടുതൽ വിശ്വാസം തോന്നിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരോട് തന്നെ കൂടുതൽ കച്ചവടം നടത്താൻ താല്പര്യപ്പെടുന്നു, പ്രവണത കാണിക്കുന്നു. ഇതുകൊണ്ട് തന്നെ കച്ചവടത്തിൻ്റെ ചില മേഖലകൾ ഒരു ജാതികളിൽ തന്നെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും വിപണി നമ്മുടെ കോളനി വാഴ്ച വന്നതോടുകൂടെ, ഇതുവരെ പറഞ്ഞത് കോളനി വാഴ്ചൻ്റെ മുമ്പാണ്, കോളനി വാഴ്ച വന്നതോടുകൂടെ ഒരു പുതു വിപണിക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ തുടക്കം കുറിക്കുകയാണ്. അധിനിവേശത്തിൻ്റെ ആവിർഭാവം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു അട്ടിമറി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉൽപാദനത്തിലും വിപണനത്തിലും കാർഷിക രംഗത്തിലും എല്ലാ മേഖലകളിലും അത് വിള്ളലുകൾ സൃഷ്ടിച്ചു. നമുക്കറിയാം, നേരത്തെ നമ്മൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും കേട്ടുപഠിച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പഠിച്ച ഇംഗ്ലണ്ടിൽ നിന്നും വില കുറഞ്ഞ വസ്ത്രങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കുത്തൊഴുകി വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള കൈത്തറി വ്യവസായങ്ങളൊക്കെ നശിച്ചുപോയി. ഇന്ത്യയിൽ നമുക്കൊരു സങ്കീർണമായ ഒരു സമ്പദ് വ്യവസ്ഥയുണ്ടെങ്കിലും മിക്ക ചരിത്രകാരന്മാരും അധിനിവേശകാലത്തെ ഒരു വഴിത്തിരിവായിട്ട് അത് കാണുന്നത്. അധിനിവേശ കാലഘട്ടത്തിൽ ഇന്ത്യ ലോക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി കൂടുതൽ ബന്ധപ്പെടാൻ തുടങ്ങുകയാണ്. ശരിക്കും ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ മുമ്പ് തന്നെ ഇന്ത്യ ലോക വിപണിയുമായി ഉൽപ്പന്നങ്ങളുമായി പ്രധാന വിതരണക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊരു ആഗോള മേഖലകളിൽ കുറച്ചുകൂടെ ഊന്നൽ നൽകുന്നത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. കാരണം അധിനിവേശത്തിന് ശേഷം നാം ഒരു അസംസ്കൃത പദാർത്ഥങ്ങളുടെ ഉപഭോക്താക്കളായി മാറി. ഇത് രണ്ടിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെ വ്യവസായവൽക്കരണത്തിന് പ്രയോജനം ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം പുതിയ വിഭാഗങ്ങൾ, അഥവാ പ്രത്യേകിച്ച് യൂറോപ്യന്മാർ വിപണിയിലേക്ക് കടന്നു വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിലുള്ള കച്ചവട സമുദായങ്ങൾ അവരുമായി സഹകരിച്ചുകൊണ്ടും മറ്റ് ചിലപ്പോൾ അവരെ ബലമായി പുറത്താക്കിക്കൊണ്ടുമൊക്കെ ഇന്ത്യയിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ കീഴ്മേൽ മറിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യൻ വിപണിയുടെ വികാസം ചില കച്ചവട സമുദായങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു സ്വയം നവീകരണത്തിലൂടെ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുവാൻ ഓരോ സമുദായത്തെയും പ്രാപ്തമാക്കിയിട്ടുണ്ട്. മറ്റു ചില സാഹചര്യങ്ങളിൽ അധിനിവേശത്തിൻ്റെ സംഭാവനയായ സാമ്പത്തിക അവസരങ്ങൾ മുതലാക്കാനായി ഒരു പുതിയ സമുദായങ്ങൾ ഉദയം കൊണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക അധികാര ശക്തി
ഓരോ ആളുകളും തുടർച്ചയായി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പം അധിനിവേശം വന്നതോടുകൂടെ നേരത്തെ ഉണ്ടായിരുന്ന ചില വിഭാഗക്കാർ മാത്രമെന്നുള്ള രീതിയിൽ നിന്ന് മാറി കച്ചവട മേഖലകളിലേക്ക് പുതിയ സമുദായങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതിന് പറ്റിയൊരു ഉദാഹരണമാണ് നമുക്കെല്ലാം അറിയുന്ന കച്ചവട സമുദായ ഒരു വിഭാഗമാണ് മാർവാടികൾ, അല്ലേ? ഈ പ്രക്രിയ നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരക്കെ അറിയപ്പെടുന്ന കച്ചവട സമുദായങ്ങളൊരു മാർവാടികൾ. അതുപോലെ തന്നെ ബിർളമാരെ പോലെയുള്ള പ്രമുഖ വ്യവസായി കുടുംബം, ഇവരൊക്കെ രാജ്യത്തെ കമ്പോള തലത്തിലെ ചില്ലറ വിൽപ്പനക്കാരെയും ചെറുകിട കച്ചവടക്കാരെയും ഉൾക്കൊള്ളുന്നൊരു വിഭാഗമാണ്. അപ്പം ഇവരൊക്കെ കൃത്യമായി നേരത്തെ മാർവാടികളൊക്കെ മാത്രം ചെയ്തിരുന്ന കച്ചവട മേഖലകളിലേക്ക് മറ്റു പല ആളുകളും കടന്നു വരുന്നത് ശരിക്കും കൊളോണിയൽ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ബ്രിട്ടൻ്റെ അധിനിവേശത്തിൻ്റെ മുമ്പും ഇന്ത്യയിൽ ഒരുപാട് സാമൂഹിക അല്ലെങ്കിൽ വിപണിയിൽ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ വളരെ കൃത്യമായി ചില സമുദായങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടെ ആ ഒരു രീതി മാറി എല്ലാ ആളുകൾക്കും കച്ചവട മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇന്നെടുത്ത ക്ലാസ്സിൻ്റെ ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ, വാട്സപ്പ് ചർച്ചാ ക്ലാസ്സുകളിലൊക്കെ ചോദിക്കാവുന്നതാണ്. ആദ്യം കേട്ടിട്ട് മനസ്സിലാകാത്ത ആളുകൾ ഒരു തവണ കൂടെ ഈ വീഡിയോ കേട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്ലാസ് മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.